Welcome to Stephen Classes. Molecular Basis of Inheritance Part 1. ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം നാം ഫോക്കസ് പോയിന്റ്സിനെ ബേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. കാരണം പൊതുപരീക്ഷയ്ക്ക് പ്രധാനമായും ശ്രദ്ധ നൽകേണ്ട പാഠഭാഗങ്ങൾ ഫോക്കസ് പോയിന്റ്സിലൂടെ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് പോയിന്റ്സിലൂടെ നാം മുന്നോട്ട് പോകുന്നു. Part 1 Structure of DNA and Packaging of DNA Helix. Okay. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രക്ചർ ഓഫ് DNA ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. DNA ആസ് എ മോളിക്യൂൾ ഈസ് മേഡ് അപ്പ് ഓഫ് 2 polynucleotide chains. ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ നാം പരിഗണിച്ചാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ പോളിമറൈസേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ ന്യൂക്ലിയോടൈഡുകൾ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് DNA ഫോം ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ? ഒരു ന്യൂക്ലിയോടൈഡിൽ പ്രധാനമായും 3 ഘടകങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ഒരു ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? 3 ഫാക്ടേഴ്സ്. വൺ ഈസ് ഷുഗർ, ഓക്കെ, എ പെൻഡോ ഷുഗർ, ആൻഡ് അതർ ഈസ് എ നൈട്രജൻ ബേസ്, then you can see a phosphate group. So these are the 3 components in a nucleotide. I repeat, there will be a sugar molecule, പലപ്പോഴും പെൻഡോ ഷുഗർ ആയിരിക്കും ഉണ്ടായിരിക്കുക. Then there will be a nitrogen base and a phosphate group. ഇവിടെ DNAയിലുള്ള ഷുഗറിനെ കുറിച്ച് പറയുമ്പോൾ അത് ഡീഓക്സിറൈബോസ് ഷുഗർ ആണ്. Okay, so deoxyribose sugar, nitrogen base and phosphate group. Nitrogen bases they are categorized into 2. 2 കാറ്റഗറിയിലുള്ള നൈട്രജൻ ബേസസ് ഉണ്ട്, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. പ്യൂരിൻസ് എന്ന് പറയുമ്പോൾ അഡിനിൻ, ഗ്വാനിൻ, ദേ ആർ പ്യൂരിൻസ്. സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ, ദേ ആർ പിരമിഡിൻസ്. ബട്ട് യു നോ, ഇൻ DNA uracil is absent. Instead of uracil you can see thymine in the case of DNA. So here purines ആയ അഡിനിനും ഗ്വാനിനും പിരമിഡിൻസ് ആയ സൈറ്റോസിനും തൈമിനും അവയാണ് നൈട്രജൻ ബേസസ് ആയി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇനി ഇവിടെ നാം പറയുമ്പോൾ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിനെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ DNA നിങ്ങൾക്കറിയാം 2 പോളിന്യൂക്ലിയോടൈഡ് ചേർന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് ബോൺ ഈസ് ഫോംഡ് ബൈ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ ബാക്ക് ബോൺ ആയി ഫോം ചെയ്യുന്നത് ഷുഗറും ഫോസ്ഫേറ്റും ആയിരിക്കും. ഷുഗർ ഫോസ്ഫേറ്റ് അങ്ങനെ ബാക്ക് ബോൺ ഫോം ചെയ്യുന്നു. ആൻഡ് നൈട്രജൻ ബേസസ് ദേ ആർ പ്രൊജക്റ്റിംഗ് ഇൻസൈഡ്. അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നൈട്രജൻ ബേസസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബോണ്ടുകളെ കുറിച്ച് വ്യക്തമായി നിങ്ങൾ പഠിച്ചു വെക്കണം. ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഷുഗറും നൈട്രജൻ ബേസും തമ്മിൽ ഫോം ചെയ്യുന്ന ബോണ്ട് അതെന്താണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് യു ക്യാൻ സീ ബിറ്റ്വീൻ ദ ഷുഗർ ആൻഡ് നൈട്രജൻ ബേസ്. ബിറ്റ്വീൻ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, between sugar and phosphate group it will be an ester bond. Ester linkage ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഫോം ചെയ്യുമ്പോഴാണ് അവിടെ ഹൈഡ്രജൻ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്, അല്ലേ? ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടെങ്കിലേ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളെ ബന്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാ ഇവിടെ ഈ ചിത്രത്തിൽ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ 2 ചെയിൻസും പരസ്പരം ആൻറ്റി പാരലൽ ആണ്, അതായത് പൊളാരിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഓരോ ന്യൂക്ലിയോടൈഡ് ചെയിനിലും 2 എൻഡ് ഉണ്ടായിരിക്കും. ഇവിടെ ഇത് 5th കാർബൺ ആറ്റമാണ് ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 5th കാർബൺ ആറ്റം ഉള്ള ആ എൻഡിനെ നമ്മൾ 5' എൻഡ് എന്ന് പറയുന്നു. നേരെ മറിച്ച് 3rd കാർബൺ ആറ്റം ഫ്രീ ആയി നിൽക്കുന്ന എൻഡ് ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ 3rd കാർബൺ ആറ്റത്തിലുള്ള OH ഗ്രൂപ്പുള്ള ഈ 3' എൻഡ് ആണ് ഇത്. ഓക്കെ, സോ ഓരോ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിനും ഒരു 3' എൻഡും അതുപോലെ തന്നെ ഒരു 5' എൻഡും ഉണ്ടായിരിക്കും. എന്നാൽ ആൻറ്റി പാരലൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ 2 ചെയിൻസും ആൻറ്റി പാരലൽ ആകുന്നത്? ഈ ചെയിനിൻ്റെ
3' എൻഡാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, എന്നാൽ ഇതേ ചെയിനിൻ്റെ 5' എൻഡാണ് ഇവിടെയും. ഓക്കെ, അതായത് പരസ്പരം നമ്മൾ നോക്കുമ്പോൾ അവിടെ രണ്ട് ചെയിൻസും രണ്ട് ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ചെയിൻ അവിടെ 5' to 3' ഡയറക്ഷനിലാണെങ്കിൽ മറ്റേ ചെയിൻ 3' to 5' ഡയറക്ഷനിലായിരിക്കും. സോ ദ ചെയിൻസ് ആർ ആൻറ്റി പാരലൽ. ഈ രണ്ട് ചെയിൻസും എങ്ങനെയാണ്? ആൻറ്റി പാരലൽ ആണ്. ഓക്കെ, അതായത് ഒരു ചെയിൻ 5' to 3' ഡയറക്ഷനിലാണെങ്കിൽ മറ്റേ ചെയിൻ 3' to 5' ഡയറക്ഷനിലാണ്. അതായത് പരസ്പരം ഈ രണ്ട് ചെയിൻസും ആൻറ്റി പാരലൽ പൊളാരിറ്റി അവിടെ എക്സിബിറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നൈട്രജൻ ബേസസ് ലിങ്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഹൈഡ്രജൻ ബോണ്ടുകളാണ്. ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഇവിടെ നൈട്രജൻ ബേസസിനെ ലിങ്ക് ചെയ്യുന്നത്. അതായത് എപ്പോഴും ഒരു പ്യൂരിനും പിരമിഡിനുമായിട്ടാണ് ലിങ്കിങ് വരുന്നത്, അല്ലേ? അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ ആൻഡ് ഇറ്റ് വിൽ ഫോം എ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, അഡിനിൻ തൈമിനായിട്ടും അല്ലെങ്കിൽ തൈമിൻ അഡിനിനുമായിട്ടും ഒക്കെ ഫോം ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഹൈഡ്രജൻ ബോണ്ടാണ്. എന്നാൽ ബിറ്റ്വീൻ സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ, ഗ്വാനിൻ ഒരു പ്യൂരിനാണ്, സൈറ്റോസിൻ ഒരു പിരമിഡിനാണ്. അപ്പോൾ ഈ ഗ്വാനിനും സൈറ്റോസിനും തമ്മിലുള്ള ആ ബോണ്ട് ഒരു ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടാണ്. 3 ഹൈഡ്രജൻ ബോണ്ട്സ് അവിടെ ഫോം ചെയ്ത് കാണും. ഓക്കെ, സോ ഹൈഡ്രജൻ ബോണ്ട്സ് ദേ ആർ ഫോംഡ് ബിറ്റ്വീൻ ദ നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസസിനിടയിൽ ഫോം ചെയ്യുന്ന ബോണ്ട് എന്താണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ആൻറ്റി പാരലൽ നേച്ചർ ഓഫ് ദ DNA molecule is actually formed by the hydrogen bonds between the nitrogen bases. നൈട്രജൻ ബേസസിനിടയിൽ ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ടുകളാണ് ഈ DNAക്ക് ആൻറ്റി പാരലൽ നേച്ചർ കൊടുക്കുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്തതായി ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ബോണ്ടുകളെ കുറിച്ച്. ഇതാ നോക്കൂ, ഇവിടെ സൈറ്റോസിനും ഗ്വാനിനും തമ്മിൽ ഉള്ള ബോണ്ട് എന്താണ്? ഒരു ട്രിപ്പിൾ ബോണ്ടാണ്. എന്നാൽ അഡിനിനും തൈമിനും തമ്മിൽ അവിടെ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഈ രീതിയിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ബേസസ് ഇൻ ദ 2 strands they are paired through hydrogen bonds forming base pairs. ഇങ്ങനെയാണ് ബേസ് പെയർസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ 2 hydrogen bonds, between cytosine and guanine 3 hydrogen bonds are formed. ഓക്കെ, ഹെലിക്കലി ആണ് ഈ ചെയിൻസ് പരസ്പരം കോയിൽ ചെയ്യുന്നത്. ഈ രണ്ട് ചെയിൻസും ഹെലിക്കലി കോയിൽ ചെയ്യുന്നത് ഒരു റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ്. അതായത് ഈ രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസും പരസ്പരം ഹെലിക്കലി കോയിൽ ചെയ്യുന്നത് ഒരു റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ്. ഇത്തരത്തിൽ റൈറ്റ് ഹാൻഡഡ് ഫാഷനിൽ കോയിൽ ചെയ്യുമ്പോൾ ഒരു പിച്ച് ഓഫ് ദ ഹെലിക്സിനെ കുറിച്ച് നാം സംസാരിക്കുന്നുണ്ട്. എന്താണ് ഒരു പിച്ച് ഓഫ് ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ടേൺ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഡിസ്റ്റൻസിനെയാണ് പറയാ പിച്ച് ഓഫ് ദ ഹെലിക്സ്. സോ ദ ഡിസ്റ്റൻസ് ഫോർ 1 ടേൺ, ഒരു സിംഗിൾ ടേണിനെയാണ് നാം പറയുന്നത് pitch എന്ന്. So the pitch of the DNA helix will be 3.4 nanometer. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, അതായത് ഐഡന്റിക്കൽ പോയിന്റ്സിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3.4 നാനോമീറ്റർ ആണ്. 3.4 നാനോമീറ്റർ. You can see the separation. Okay, the pitch of the helix will be 3.4 nanometer. ഇവിടെ ഒരു DNA നാം പരിഗണിക്കുമ്പോൾ DNAയിൽ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, അല്ലേ? ഈ ന്യൂക്ലിയോടൈഡ് ബേസ് പേസ്, എത്ര ന്യൂക്ലിയോടൈഡ് ബേസ് പേസ് ഉണ്ടാകും ഒരു പിച്ചിൽ? പലപ്പോഴും 10 ന്യൂക്ലിയോടൈഡ് ബേസ് പേസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. 10 ന്യൂക്ലിയോടൈഡ് ബേസ് പേസ് ഉണ്ടായിരിക്കും ഒരു പിച്ച് ഓഫ് ദ ഹെലിക്സിൽ. അതായത് ബിറ്റ്വീൻ അഡ്ജസന്റ് ബേസ് പേസ് ദ ഡിസ്റ്റൻസ് വിൽ ബി 0.34 nanometer. Between adjacent base pairs, the distance will be 0.34 nanometer. അതെങ്ങനെയാണ്? ഒരു പിച്ചിൽ 10 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ഒരു പിച്ചിൻ്റെ ലെങ്ത് എത്രയാണ്? 3.4 നാനോമീറ്റർ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 10 ബേസ് പെയർ ആ ഭാഗത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിറ്റ്വീൻ അഡ്ജസന്റ് ബേസ് പെയർസ് ഇറ്റ് വിൽ ബി 0.34 നാനോമീറ്റർ. ഓക്കെ, ഇനി ഈ ബേസ് പേസ് എല്ലാം ഒന്നിന് മേലെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ DNA സ്ട്രക്ചറിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇത് നല്ല വ്യക്തമായി പഠിക്കുക. ഓക്കെ, നൗ
എർവിൻ ചർഗാവ്സ് റൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ റൂൾ പറയുന്നത്? എർവിൻ ചർഗാവ്സ് റൂൾ പറയുന്നത് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ അഡിനിൻ ഈസ് ഈക്വൽ ടു തൈമിൻ ആൻഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഗ്വാനിൻ ഈസ് ഈക്വൽ ടു സൈറ്റോസിൻ ഇൻ എ DNA മോളിക്യൂൾ. ഒരു DNA മോളിക്യൂൾ നാം കൺസിഡർ ചെയ്താൽ അഡിനിൻ്റെ എമൗണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് തന്നെയായിരിക്കും തൈമിന്. കാരണം അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ, അതുപോലെ സൈറ്റോസിൻ ഓൾവേസ് പെയർ വിത്ത് ഗ്വാനിൻ. സോ ദ പ്രൊപ്പോർഷൻ ഓർ പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ ഓൾസോ വിൽ ബി ഈക്വൽ ടു cytosine. So this is what is called the Chargaff's rule, Erwin Chargaff's rule. ഇതും നല്ല രീതിയിൽ പഠിക്കുക. Okay, now we have another point regarding the stability. പലപ്പോഴും പറയുന്നത് DNA is more stable than RNA. I repeat, DNA is more stable than RNA. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം 3 കാരണങ്ങളാണ്. ഇവിടെ അതിന് 3 കാരണങ്ങളാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. ഇൻ RNA you can see that it is having a ribose sugar, അല്ലേ? RNAയിലുള്ള റൈബോസ് ഷുഗർ ആണ്. DNAയിലാണെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഇവിടെ വ്യത്യാസം വരുന്നത് RNAയിലെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ, അതിൻ്റെ റൈബോസ് ഷുഗറിൻ്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. ഇത് റിയാക്റ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് അൺസ്റ്റെബിലിറ്റി കാണിക്കുന്നു. അപ്പോൾ RNA അൺസ്റ്റേബിൾ ആകുന്നതിന് കാരണം അതിൻ്റെ പെൻഡോസ് ഷുഗർ, അതിൻ്റെ റൈബോസ് ഷുഗറിലെ സെക്കൻഡ് കാർബൺ ആറ്റത്തോട് ചേർന്നുള്ള അഡീഷണൽ OH ഗ്രൂപ്പ് അതിനെ കൂടുതൽ റിയാക്റ്റീവ് ആക്കുന്നു എന്നതാണ്. അപ്പോൾ അതൊരു കാരണമാണ് അതിൻ്റെ അൺസ്റ്റെബിലിറ്റിക്ക്. ഓക്കെ, ഇനി അടുത്തതായി പറയുന്നത് യുറാസിലാണ് RNAയിലുള്ളത് തൈമിന് പകരം. അപ്പോൾ യുറാസിൽ കുറച്ചും കൂടെ ഒരു അൺസ്റ്റെബിലിറ്റി അതിന് കൊടുക്കും. അപ്പോൾ DNA കൂടുതൽ സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം. സോ DNA ഈസ് മോർ സ്റ്റേബിൾ ദാൻ RNA ബിക്കോസ് DNA ഈസ് ഹാവിങ് തൈമിൻ ന്യൂക്ലിയോടൈഡ് ഇൻസ്റ്റെഡ് ഓഫ് യുറാസിൽ. അനദർ പോയിന്റ്, DNA ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ്. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ അത് കൂടുതൽ സ്റ്റെബിലിറ്റി അതിന് ലഭ്യമാകുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പോയിന്റ് ഉണ്ട്, അത് പറയുന്നത് 2 പേർക്കും സിമിലർ ആണ് എന്നാണ് പറയുന്നത്. അതായത് മ്യൂട്ടേഷൻ കുറിച്ച് സംസാരിക്കുമ്പോൾ RNAയും DNAയും മ്യൂട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. രണ്ടും മ്യൂട്ടേഷന് വിധേയമാകുന്നവരാണ്. അതായത് ചേഞ്ചസ് രണ്ടിനും സംഭവിക്കും. പക്ഷെ കൂടുതൽ മ്യൂട്ടേഷന് വിധേയമാകുന്നത് RNA ആണ്. RNA ഈസ് മ്യൂട്ടേറ്റിംഗ് ഫാസ്റ്റർ ദാൻ DNA. DNAയേക്കാൾ വളരെ എളുപ്പത്തിൽ മ്യൂട്ടേറ്റ് ചെയ്യുന്നത് RNA ആണ്. അതുകൊണ്ട് തന്നെയാണ് വൈറസസ് when they have RNA as the genetic material, they can mutate and they can form new strains. പുതിയ സ്ട്രെയിൻസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ RNA എന്ന ജനറ്റിക് മെറ്റീരിയൽ വളരെ എളുപ്പത്തിൽ മ്യൂട്ടേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഓക്കെ, നൗ വി ഹാവ് അനദർ പോയിന്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ DNA എന്തുകൊണ്ട് RNAയേക്കാൾ സ്റ്റേബിളായി എന്നത് വളരെ വ്യക്തമായി ഈ പോയിന്റുകളിലൂടെ പഠിക്കണം എന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് അടുത്തതായി പാക്കിംഗ് ഓഫ് DNA കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഓരോ ന്യൂക്ലിയസിനകത്തും 2 മീറ്റർ ലെങ്ത്തിലുള്ള DNA പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഓരോ ന്യൂക്ലിയസിനകത്തും 46 ക്രോമോസോംസ് ഉണ്ടായിരിക്കും. ഒരു ഹ്യൂമൻ ജിനോം നമ്മൾ പരിഗണിച്ചാൽ അതിലും 23 ക്രോമോസോംസ് ആണ്, അല്ലെങ്കിൽ ഹാപ്ലോയിഡ് സെറ്റ് ആണ്. ഈ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമോസോംസിൽ 3.3 ബില്യൺ ബേസ് പെയർസ് ഉണ്ടായിരിക്കും. അതായത് ഹ്യൂമൻ ജിനോം വിൽ കണ്ടെയ്ൻ 3.3 ബില്യൺ ബേസ് പെയർസ്. ഹ്യൂമൻ ജിനോം കണ്ടെയ്ൻസ് 3.3 ബില്യൺ ബേസ് പെയർസ്. When you consider a single cell, it will have 46 chromosomes, so it will have 6.6 billion base pairs. എങ്ങനെയാണ് ഇത്രയും ബേസ് പെയർസ് ഉള്ള DNA, അല്ലെങ്കിൽ ഈ 2 മീറ്റർ ലെങ്ത് ഉള്ള DNA എങ്ങനെയാണ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പാക്ക് ചെയ്യുന്നത്? ഈ DNA പാക്ക് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. ഹിസ്റ്റോൺസ്, they are helping for packing of the DNA. ഹിസ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. അതുകൊണ്ട് അവർ പോസിറ്റീവ് ആയത് എന്ന് ചോദിച്ചാൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഹിസ്റ്റോൺസ് പ്രസൻറ്റ് ഇൻ യൂകാരിയോട്സ്. ദേ ആർ മേഡ് അപ്പ് ഓഫ് 2 മേജർ അമിനോ ആസിഡ്സ്, ആർജിനൈൻ ആൻഡ് ലൈസിൻ. ആർജിനൈൻ, ലൈസിൻ എന്ന ഈ 2 അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന്, ഈ 2 പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് കൂടിച്ചേർന്നുണ്ടായതുകൊണ്ടാണ് ഹിസ്റ്റോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയത്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA എളുപ്പത്തിൽ പാക്ക് ചെയ്യാനായിട്ട് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോൺസ് ഉപകരിക്കും.
ഇവിടെ ഹിസ്റ്റോൺസ് കൂടിച്ചേർന്ന് പലപ്പോഴും ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിന് രൂപം കൊടുക്കുകയാണ്. അതായത് 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് കൂടിച്ചേർന്നാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുക. ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ഒരു ഹിസ്റ്റോൺ ഒക്ടാമറാണ്. ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ പ്രത്യേകത അവിടെ 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് ഉണ്ട്. അതായത് S2A, S2B, S3 ആൻഡ് S4. I repeat, S2A, S2B, S3 ആൻഡ് S4. അങ്ങനെ ഓരോ ഹിസ്റ്റോൺ മോളിക്യൂൾസും 2 എണ്ണം വീതം, അതായത് 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് കൂടിച്ചേർന്നാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമറിൽ 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് ഉണ്ട്. ഇതിനെ ചുറ്റിക്കൊണ്ടാണ് DNA കോയിൽ ചെയ്യുന്നത്. DNA ഹെലിക്സ് കോയിൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഇവിടെ ഹിസ്റ്റോൺ ഒക്ടാമറിനെ കോയിൽ ചെയ്യുന്ന DNA പറയുന്നത് കോർ DNA എന്നാണ്. പരസ്പരം പല ഹിസ്റ്റോൺ ഒക്ടാമേഴ്സിനെയും ലിങ്ക് ചെയ്യുന്ന DNA ഉണ്ട്, അതിനെ ലിങ്കർ DNA എന്നാണ് പറയാം. ഇവിടെ മറ്റൊരു ഹിസ്റ്റോൺ പുറത്ത് ലിങ്കർ DNA ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതാണ് H1 ഹിസ്റ്റോൺ ഇവിടെ ലാബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രത്തിൽ 3 കാര്യങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ട്. ഏതെല്ലാമാണ്? യു ക്യാൻ സീ ദ കോർ ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾസ്, ദെൻ ഹിസ്റ്റോൺ ഒക്ടാമർ, DNA, H1 ഹിസ്റ്റോൺ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാബിൽ ചെയ്തിട്ടുള്ള ഈ ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യഥാർത്ഥത്തിൽ ഇതാണ് ന്യൂക്ലിയോസോം എന്ന് പറയും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് എ ന്യൂക്ലിയോസോം. ഒരു ന്യൂക്ലിയോസോമിൽ ഇത്തരത്തിൽ DNA പാക്കിങ്ങിനെ പറയുന്ന പേര് ന്യൂക്ലിയോസോം എന്നാണ്. ഇത്തരത്തിലൊരു ന്യൂക്ലിയോസോമിൽ 200 ബേസ് പെയർസ് ഓഫ് DNA ഉണ്ടായിരിക്കും. 200 ബേസ് പെയർസ് ഓഫ് DNA you can see in a nucleosome. Okay. So, negatively charged DNA is wrapped around the histone octamer to give a nucleosome structure. Negatively charged DNA is wrapped around the positively charged histone octamer to form a nucleosome structure, and a typical nucleosome will have 200 base pairs of DNA. ഒരു typical nucleosome-ൽ 200 base pair DNA ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂക്ലിയോസോംസ് കൂടി ചേർന്നാണ് ക്രൊമാറ്റിൻ ഉണ്ടാകുന്നത്. ന്യൂക്ലിയോസോംസിനെ ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെ നമ്മൾ പറയാം ബീഡ്സ് ഓൺ എ സ്ട്രിങ് മോഡൽ എന്ന് പറയാം. ബീഡ്സ് ഓൺ എ സ്ട്രിങ്, അതായത് ഒരു മാലയിൽ മുത്തുകൾ പോലെയാണ് ഇവിടെ ഈ ന്യൂക്ലിയോസോംസിന്റെ അറേഞ്ച്മെന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ മോഡലിനെ, അതായത് ന്യൂക്ലിയോസോം മോഡൽ, ഇത്തരത്തിലുള്ള ഒരു പാക്കിങ്ങിനെ ബീഡ്സ് ഓൺ എ സ്ട്രിങ് മോഡൽ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. റൈറ്റ്. അപ്പോൾ അടുത്തതായി നാം ക്രൊമാറ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. ന്യൂക്ലിയോസോംസ് കൂടിച്ചേർന്നാണ് ക്രൊമാറ്റിൻ ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞു. ഈ ക്രൊമാറ്റിൻ തന്നെ 2 തരത്തിലുണ്ട്. 2 ഫോംസിൽ ക്രൊമാറ്റിൻ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് യൂക്രൊമാറ്റിൻ, മറ്റൊന്ന് ഹെറ്ററോക്രൊമാറ്റിൻ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. യൂക്രൊമാറ്റിനും ഹെറ്ററോക്രൊമാറ്റിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ അത് ലൂസ്ലി പാക്ഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫോം ഓഫ് ക്രൊമാറ്റിൻ ആണ് ഈ യൂക്രൊമാറ്റിൻ. ലൂസ്ലി പാക്ഡ് ആണ് ആൻഡ് ഇറ്റ് വിൽ ബി ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് പറയുക ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ് ഈ യൂക്രൊമാറ്റിൻ. അതിന് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്, ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ് യൂക്രൊമാറ്റിൻ. അതുപോലെ തന്നെ ഇറ്റ് വിൽ സ്റ്റെയിൻ ലൈറ്റ് ആയിട്ടേ സ്റ്റെയിൻ ചെയ്യുള്ളൂ, കാരണം അത് ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട്. ഇനി ഹെറ്ററോക്രൊമാറ്റിൻ നേരെ ഓപ്പോസിറ്റ് ആണ്, ഡെൻസ്ലി പാക്ഡ് ആണ്. അതേസമയം ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്. ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് റീജിയൻ ആണ് ക്രൊമാറ്റിൻ്റെ. ഏത്? ഈ ഹെറ്ററോക്രൊമാറ്റിൻ. ഇവിടെ കാണുന്നുണ്ട് ചിത്രത്തിൽ അല്ലേ, ഡെൻസ്ലി പാക്ഡ് ആണ്, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്. ആൻഡ് ഇറ്റ് വിൽ സ്റ്റെയിൻ ഡാർക്ക് ആയിട്ടാണ് അത് സ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് 2 തരത്തിലുള്ള ക്രൊമാറ്റിൻ. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നാം പ്രധാനമായും സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് പാക്കിംഗ് ഓഫ് DNA ഓർ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോസോം, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഡിസ്കസ് ചെയ്തത്. പുതിയ ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരേക്കും ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം സ്റ്റീഫൻ ക്ലാസസ്.